ഹലോ, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഡ്ഡലി വെച്ചിട്ടൊരു ഇഡ്ഡലി മാവിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ തലേദിവസത്തെ മാവും ബാക്കി ഉണ്ടായിരുന്നതുകൊണ്ട് ഇഡ്ഡലി ആക്കിയിട്ട് പിന്നെ ഇനി അതിന് ഇഡ്ഡലി മാവാക്കാമെന്ന് വെച്ചപ്പോൾ വൈകിട്ട് പിള്ളേർ സ്കൂളിലോട്ട് വരുമ്പോൾ ഉണ്ടാക്കാമെന്ന് വെച്ചിട്ടാട്ടോ. അപ്പോൾ ഇത് നമ്മൾ ഇങ്ങനെ കഷ്ണങ്ങളാക്കിയിട്ട് നമ്മുടെ ചോപ്പറിലിട്ടിട്ട് നന്നായിട്ട് അത് ചോപ്പ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഒരു ഇഡ്ഡലി മാവിൻ്റെ രൂപത്തിലേക്ക് ആക്കൂട്ട. ഞാൻ കൈ കൊണ്ട് അങ്ങനെ ഉടച്ചെടുക്കാറില്ല. അപ്പോൾ ഇത് നന്നായിട്ട് ചോപ്പറിലിട്ട് അടിച്ചെടുക്കാട്ടോ. ചില സമയത്ത് ചോപ്പറൊന്ന് സ്റ്റക്ക് കൊണ്ടിട്ട് അത് പെട്ടെന്ന് ഇതാവണില്ല കേട്ടോ, പൊട്ടി പോണ പോലെ. അതിൻ്റെ ഉള്ളിൽ ബ്ലേഡുമ്പോൾ ആ ഇഡ്ഡലിയൊക്കെ ഇതായിട്ട് ഒട്ടിപ്പിടിച്ച് നിൽക്കണ പോലെ കേട്ടോ. അപ്പോൾ നമുക്കിനി ഇത് നന്നായിട്ടൊന്ന് ചോപ്പറിൽ അടിച്ചെടുക്കാട്ടോ. അപ്പോൾ ഇതേപോലെ കിട്ടും ചോപ്പറിലിട്ട് കഴിഞ്ഞാൽ ഒരുവിധം തന്നെ ഒന്ന് പൊടിഞ്ഞ് കിട്ടും കേട്ടോ. അല്ല നൈസായിട്ടല്ല, നല്ല ഇതേപോലെയൊക്കെ പൊടിഞ്ഞ് കിട്ടും കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി അതിലേക്ക് ഞാൻ എടുത്തേക്കണത് ഉപ്മാവിനായിട്ട് എടുത്തേക്കണത് ഇപ്പോൾ ഞാൻ ഇതിലിട്ടത് കടുകും ഉഴുന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇപ്പോൾ എടുത്തേക്കണത് ഉള്ളിയായിട്ട് എടുത്തേക്കണത് സബോള എന്നല്ല, ഉള്ളി എടുത്തിട്ടുണ്ട്, പച്ചമുളകും ഇഞ്ചിയും കൂടി അരിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പം ഇനി നമുക്കിത് നന്നായിട്ട് ചട്ടിയിലിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. ഇതിപ്പോൾ കടുകും ഉഴുന്നൊക്കെ പൊട്ടി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അത് നന്നായിട്ട് പൊട്ടി കഴിഞ്ഞാൽ നമുക്കിനി ഇത് അതിലിട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇതിപ്പോൾ അതിലേക്ക് ഇട്ടാട്ടോ നമുക്ക്. ഇനി നന്നായിട്ടൊന്ന് വഴറ്റി ഒരുപാട് വാടണ്ട കേട്ടോ, വല്ലാണ്ട് വാടിപ്പോവരുത്, ഒരു ഇടത്തരത്തിലായിട്ട് വയ്ക്കണം കേട്ടോ. നമുക്ക് അതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ, ഒരു സ്വല്പം ഉപ്പിട്ട് കൊടുക്കണം. ഇനി ഇത് നന്നായിട്ടൊന്ന് വാടി കിട്ടട്ടെ കേട്ടോ. അപ്പോൾ ഇതേപോലെ നിങ്ങൾ സിമ്പിളായിട്ട് ഇഡ്ഡലിയൊക്കെ ബാക്കി ഉണ്ടാക്കാം കേട്ടോ. എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അതിപ്പോൾ ഞാൻ പ്രത്യേകിച്ചൊന്നും പറഞ്ഞു. അപ്പോൾ നന്നായി വാടി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ഇഡ്ഡലി ഉടച്ച് വെച്ചാണ് ഇഡ്ഡലി നമുക്ക് അതിലേക്ക് കുറേശ്ശായിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ കുറച്ച് ഇട്ടിട്ട് പിന്നെ ഒന്ന് ഇളക്കി പിന്നെയും കുറേശ്ശെ ഇട്ടിട്ട്, അപ്പോൾ എല്ലാം കൂടി ഒരുമിച്ചിടുമ്പോൾ നമുക്ക് പെട്ടെന്ന് അത് ഇളക്കാൻ പറ്റില്ല കേട്ടോ, ഒന്നിച്ച് മിക്സാക്കാൻ പറ്റില്ല. അപ്പോൾ ഇതിങ്ങനെ കുറേശ്ശെ ആക്കിയിട്ട് മിക്സാക്കി എടുക്കണം കേട്ടോ. ഞാൻ വീട്ടിലിങ്ങനെയാണ് ഇഡ്ഡലി മാവ് ഉണ്ടാക്കണേ. എനിക്ക് വേറെ രീതിയിലേക്ക് അറിയില്ല. ഞാൻ ഇതേപോലെ ഉണ്ടാക്കിയപ്പോൾ കുഴപ്പമൊന്നുമില്ല, നല്ല ടേസ്റ്റൊക്കെയാണ്. പിന്നെ നല്ല കട്ടൻ ചായയുടെ കൂടെ അല്ലെങ്കിൽ പാൽ ചായയിലും ഇതിലേക്ക് വേണമെങ്കിൽ നമുക്ക് ചട്നിയിട്ട് എടുക്കാം, ഇഡ്ഡലിയായതുകൊണ്ട്. അപ്പോൾ ഞങ്ങൾ വേറെ ഒന്നും എടുത്തിട്ടില്ല, ഞങ്ങൾ അതിൽ കട്ടൻ ചായ കൂട്ടിയിട്ടാണ് കഴിച്ചത്. അപ്പോൾ ഇനി അതെല്ലാം നമുക്ക് അതിൽ ഇട്ടിട്ട് ഇനി നന്നായിട്ട് അങ്ങോട്ട് ഇളക്കിയെടുക്കണം കേട്ടോ. അപ്പോൾ ഇത് ഇളക്കി സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇത് കിണ്ണത്തിലേക്ക് ഞാൻ പകർത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഇഡ്ഡലി മാവ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായിട്ട് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.